ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. കഴിഞ്ഞ 30-ാം തീയതി ഒറ്റ രാത്രി കൊണ്ട് ഒരു നാട് മുഴുവൻ നമ്മളിൽ നിന്ന് അകന്നുപോയ പ്രിയപ്പെട്ടവർക്ക് ഫിലിമി പ്ലസിൻ്റെ ആദരാഞ്ജലികൾ. നാടിൻ്റെ ദുരന്തം അത് നമ്മുടെ എല്ലാവരുടെയും ദുരന്തമായി മാറിയ ദിനങ്ങളാണെന്ന് ആലോചിക്കണം. ആദ്യമായിട്ടല്ല നമ്മുടെ നാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. ആ ഉരുൾപൊട്ടലിൻ്റെ ആഘാതത്തിൽ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടത് എത്രയോ പേർക്ക്, ജീവഹാനി നഷ്ടപ്പെട്ട എത്രയോ പേർക്ക്. ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും ഇനി ഇത് ആവർത്തിക്കല്ലേ എന്ന് പ്രാർത്ഥനയോടെ പറഞ്ഞവർ എത്രയോ ആയിരങ്ങളുണ്ടെന്നറിയാമോ? ഇവിടെ ഈ അടുത്ത കഴിഞ്ഞ 30-ാം തീയതി രാത്രി 12 മണി കഴിഞ്ഞ് 3 മണിക്കും ഇടയിലാണെന്ന് പറയുന്നു ഉറങ്ങിക്കിടന്നിരുന്ന വയനാട്ടിലെ ഒരു ഗ്രാമത്തിലെ, അതായത് ചൂരൽമല എന്ന ഗ്രാമത്തിലെ ഉറങ്ങിക്കിടക്കുമ്പോൾ 100-300 വീടുകൾ അടക്കമാണെന്ന് ആലോചിക്കണം ഈ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയത്. അതിൽ കിടന്നിരുന്ന താമസിച്ചിരുന്ന പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു ആലോചിക്കണം. ഓരോ വീട്ടിലും മിനിമം എത്രയോ പേരാണ്. ഇപ്പം നമ്മൾ വായിച്ചു, ഒരു വീട്ടിൽ നിന്ന് 16 പേര് മരിച്ചു പോയി എന്ന് ആലോചിക്കണം. അപ്പോൾ ധാരാളം പേരവിടെ നമ്മളിന്ന് അകന്നു പോയിട്ടുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ അവർക്ക് ഈ സംഭവം ഉണ്ടായെന്നറിഞ്ഞ നിമിഷം മുതൽ മടിച്ചു നിൽക്കാതെ, ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ, തൻ്റെ ജീവന് പോലും അപകടമുണ്ടായിട്ട് പോലും അതുപോലും നോക്കാതെ എടുത്തു ചാടിയ കുറേ മനുഷ്യസ്നേഹികൾ അവിടെ ഉണ്ടായിരുന്നു ആലോചിക്കണം. അത് ആ നാട്ടിലുള്ളവർ മാത്രമല്ല, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് ഞങ്ങളുടെ സ്വന്തമാണ്, ഞങ്ങളുടെ സ്വന്തക്കാരാണ്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാണ്, അല്ലെങ്കിൽ ഈ നാടിൻ്റെ ഓമനകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഹായഹസ്തങ്ങളുമായി പോയ എത്രയോ സഹോദരങ്ങളുണ്ടെന്നറിയാമോ? അവർക്കിടയിൽ ആ പോക്കിൽ, ആ സഹായത്തിൽ ജാതിയും മതവും ഉണ്ടായില്ല എന്നാലോചിക്കണം. ഉരുൾപൊട്ടിപ്പോയി 100-300 കിലോമീറ്റർ ദൂരത്തിൽ ഒഴുകി നടന്ന മൃതദേഹങ്ങൾ അത് പിടിച്ച് കയറ്റി കൊണ്ടുവരുമ്പോൾ ആ എടുത്തവർക്ക് അറിയില്ല ഇത് ആരുടേതാണെന്ന്, ഇത് ബന്ധുവാണോ ശത്രുവാണോ ഒന്നും അവർക്കറിയില്ല. അവരത് കഴിഞ്ഞ് രക്ഷപ്പെടുത്താനുള്ളതാണ്. മനുഷ്യരോടൊപ്പം തന്നെ മൃഗങ്ങളുണ്ടെന്ന് ആലോചിക്കണം. വളർത്തുമൃഗങ്ങളും വളർത്തുപട്ടികളും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാ ജീവനുള്ളവരും ഒരു രാത്രി കൊണ്ട് ഒലിച്ചു പോയി. ഇതിൻ്റെ കഥ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എന്താ പറയേണ്ടത്? ഏത് വാക്ക് ഉപയോഗിച്ചാലും അത് അധികമാകാത്ത തരത്തിലാണെന്ന് ആലോചിക്കണം. നമുക്കിപ്പോൾ ഈ സംഭവം നടന്നപ്പോൾ മറ്റു പല സംഭവങ്ങളും ഇല്ലാതായി, ഓർമ്മയില്ലാതായെന്നായിരിക്കണം. ഇതിന് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്നേഹമഴയായി പെയ്തുകൊണ്ടാണ് ഈ ആൾക്കാർ അവരെ ജീവിച്ചിരിക്കുന്നവരെ സംരക്ഷിക്കാൻ വന്നിരിക്കുക. മരിച്ചവരെ മരിച്ചവരെ കണ്ടെത്തുന്നതോടൊപ്പം തന്നെ ജീവിച്ചിരിക്കുന്നത് താമസം, ഭക്ഷണം, മരുന്ന് അതും കൂടി വേണമെന്ന് ആലോചിക്കണം. അതുമാത്രമല്ല, ഭയന്നിരിക്കുന്നവർ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ആ രക്ഷപ്പെട്ട മാനസികാവസ്ഥ എന്താണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതൊരു ദുരന്തം തന്നെയാണ്. അവർക്ക് നോർമൽ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അവരെ നമ്മൾ നല്ല പരിശോധിക്കാൻ കൊണ്ടുപോകണം എന്നുള്ള ആലോചിക്കണം. അപ്പോൾ ഇതറിഞ്ഞു ഇപ്പോൾ എവിടുന്ന് പക്ഷെ ഇതിനിടയിൽ നമ്മളൊരു ആലോചിക്കണം. നമ്മൾ എന്ത് സംഭവം ഉണ്ടായാലും ചില കൃമികീടങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അതിനെ ഏത് വിധേനയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ നാട് ചെറുക്കേണ്ടതാണെന്ന് ആലോചിക്കണം. ഇവിടെ സഹായത്തിക്കുന്നത് വിദേശത്ത് നിന്നുള്ള നമ്മുടെ വ്യവസായികളുണ്ട്, വിദേശത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്, അവിടെ ജോലി ചെയ്യുന്ന സഹോദരങ്ങളെന്ന് ആലോചിക്കണം. പിന്നെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ ഉള്ള ഒരു സഹായങ്ങളുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി തന്നെ 5 കോടിയോളം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തിനു പറയുന്നു? അഭിനയ സഹോദരന്മാർ അടക്കമുള്ളവർ, ജ്യോതികയുടെ ഭർത്താവ് അന്യൻ കാർത്തിക്, ഇവരെല്ലാവരും കൂടി 50 ലക്ഷം തന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം. ഇപ്പോൾ ഈ ബേസിൽ തന്നെ ആ വയനാട്ടുകാരനാണ്, അദ്ദേഹം മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ആലോചിക്കണം. സിനിമാ രംഗത്ത് മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ് അടക്കമുള്ളവർ
ദുൽഖർ സൽമാൻ അടക്കമുള്ളവർ എല്ലാവിധ സഹായങ്ങളും ചെയ്യാൻ തയ്യാറാണ് എന്ന രീതിയിൽ യൂട്യൂബിൽ പറയുക മാത്രമല്ല, ആ സഹായങ്ങൾ ഒരു ഭാഗത്തുകൂടെ എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ആരെയും മാറ്റി നിർത്തുന്നില്ല, എല്ലാവരും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ജ്വല്ലറികൾ, വലിയ വലിയ ജ്വല്ലറി സ്ഥാപനങ്ങൾ, വസ്ത്ര സ്ഥാപനങ്ങൾ എന്ന് വേണ്ട എല്ലാ സംവിധാനങ്ങളും, സിനിമാ നിർമ്മാതാക്കൾ, സംവിധായകർ, സിനിമയുടെ എല്ലാവരും വാക്കുകൾ കൊണ്ട് മാത്രമല്ല അവരെല്ലാ രീതിയിലും പ്രോത്സാഹനം. ഇപ്പോൾ താരസംഘടനയായ അമ്മ തന്നെ പരസ്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു, എല്ലാവിധ സഹായങ്ങളും അവിടേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കാൻ ആലോചിക്കണം. അപ്പോൾ ഇതിനിടയിൽ ചിലർ ചോദിക്കുന്നുണ്ട്, എല്ലാ കാര്യത്തിനും തൊട്ടേനും പിടിച്ചേനും ഒക്കെ മുന്നിട്ടിറങ്ങുന്ന നമ്മുടെ സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെക്കുറിച്ചൊന്നും അറിയുന്നില്ലല്ലോ, അദ്ദേഹം കേരളത്തിലില്ലേ, ഇന്ത്യക്ക് വെളിയിലാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹം വരും. കാരണം ഇത്രയും വലിയ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് മാറി നിൽക്കാൻ പറ്റില്ല. നാട്ടിൽ ഒരാളുടെ കണ്ണീര് തുടച്ചിരുന്ന സുരേഷ് ഗോപിക്ക് ഇത്രയും നൂറുകണക്കിന് പേരാണ് നമ്മുടെ പോയിട്ട്, നൂറുകണക്കിന് പേർക്കാണ് അപകടം പറ്റിയിരിക്കുന്നത്, നൂറുകണക്കിന് പേരാണ് ആശുപത്രിയിൽ കിടക്കുന്നത്. ഇനിയും മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തേണ്ട എത്രയോ സഹോദരങ്ങളും സഹോദരിമാരുണ്ടെന്ന് ആലോചിക്കണം. അവരെ എല്ലാവരും കണ്ടിട്ട് സുരേഷ് ഗോപി സ്ഥലത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും, സഹായം ചെയ്യും എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. അപ്പോഴും പരിഹാസത്തിൻ്റെ സ്വരമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതല്ല, സുരേഷ് ഗോപിയുടെ ഇതുവരെ ഒരു ഫോണിൽ കൂടെ ഒരു പ്രസ് മീറ്റിലെങ്കിലും അല്ലെങ്കിൽ സ്വന്തം ഫേസ്ബുക്കിലെങ്കിലും ഒരു മറുപടിയും വന്നിട്ടില്ല എന്ന് പറയുന്നു. ഇത് സുരേഷ് ഗോപിയോടും സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്നവർക്കും സുരേഷ് ഗോപിയുടെ പാർട്ടിക്കാർക്കും വിട്ടുകൊടുക്കുന്നു. അതിന് മറുപടി പറയേണ്ടത് അവരാണെന്ന് ആലോചിക്കണം. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടൊരു കഥാപാത്രമുണ്ടെന്ന് ആലോചിക്കണം. കാരണം സിനിമാക്കാരായിക്കഴിഞ്ഞാൽ മുഖത്ത് ചായം തേച്ച് കഴിഞ്ഞാൽ പിന്നെ അഭിപ്രായം ചിലത് പറയും, തങ്ങൾക്ക് ദോഷമല്ലാത്ത അഭിപ്രായമാണെങ്കിൽ പറയുന്ന കൂട്ടത്തിലാണ്. അതേസമയം ഈ തെരുവുകൾ തോറും നടന്നുകൊണ്ട് ഈ സഹായത്തിന് അഭ്യർത്ഥിക്കുന്ന, സഹായത്തിന് വില വാരിക്കൂട്ടുന്ന ഒരു കഥാപാത്രം നമുക്കിവിടെ ഉണ്ടെന്ന് ആലോചിക്കണം. അതൊരു നടനല്ല, ഒരു നായിക നടിയാണെന്ന് ആലോചിക്കണം. നിഖില വിമൽ ശരിക്ക് DYFIയുടെ പ്രവർത്തകയാണെന്ന് ആലോചിക്കണം. അവർക്കത് പറയാൻ യാതൊരു മടിയും ഉണ്ടായില്ല. കാരണം മുൻപൊരിക്കലും ഒരു സമരം നടക്കുമ്പോൾ അവരതിൻ്റെ പരസ്യമായിട്ട് അഭിപ്രായം പറഞ്ഞപ്പോൾ പലരും ട്രോളുകൾ കൊണ്ട് കൊന്നു കുഴിച്ചു മൂടിയതാണ്. അപ്പോഴും അവർ പറഞ്ഞില്ല, ഇതുകൊണ്ടൊന്നും പേടിക്കുന്നവളല്ല ഞാനെന്ന് അന്ന് നിഖില തുറന്ന് പറഞ്ഞിരിക്കുന്നു. അവർ തളിപ്പറമ്പിൽ കഴിഞ്ഞ ദിവസം അവിടെ കൂടിയ നമ്മുടെ സംഘടനയോടൊപ്പം കുറേ പേരോടൊക്കെ ചേർന്നുകൊണ്ട് ഇവിടേക്കുള്ള ഈ വയനാട്ടിലെ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും വേണ്ടി തുണികളും മറ്റുമായിട്ടും കുറേ നേടിയെടുക്കുകയായിരുന്നു, പ്രചരണം നടത്തുകയായിരുന്നു, കൈ നീട്ടുകയായിരുന്നു എന്നുള്ളത്. അത് ഇവിടെ ഒരു നടനോ മറ്റൊരു നടിയോ സിനിമാ രംഗത്ത് ആരും ചെയ്യാത്തൊരു കാര്യമാണ്. ചെയ്തവരെക്കുറിച്ച് പറയാതിരിക്കുന്നത് ശരിയല്ലോ. അപ്പോൾ അത്രമാത്രം നമുക്ക് ആദ്യം മനുഷ്യനാവുക. നിങ്ങൾ ജാതിയും മതവും നമ്മൾ വേണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ശക്തിയെല്ലാം കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇത്രയും ദുരന്തങ്ങൾ ഉണ്ടാവുമെന്ന് ആലോചിക്കണം. ആ ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മളെല്ലാം മറക്കുന്നില്ലേ? കോവിഡ് കാലം നോക്കുക, കോവിഡ് കാലത്ത് നമ്മളെല്ലാം മറക്കുന്നില്ലേ? എന്തിനു സമ്പാദിക്കുന്നു, എന്തിനു വയ്ക്കുന്നു, ഏതു നിമിഷവും മരിച്ചു വീഴുന്ന മനുഷ്യരായിരുന്നു കോവിഡ് കാലത്ത് ആലോചിക്കണം. അങ്ങനെ മരിച്ചു വീഴുന്ന അത് ലോകമാണെന്ന് ആലോചിക്കണം. മരിച്ചു വീഴുന്ന മനുഷ്യരെ കണ്ട് പേടിച്ച് ഇനി ഞാനൊന്നും സമ്പാദിക്കുന്നില്ല എന്ന് പറഞ്ഞവരുടെ കുറയുണ്ടെന്ന് ആലോചിക്കണം. ഇപ്പോഴിതാ ഈ ഒരു ദുരന്തം കൂടി വന്നിരിക്കുന്നു. ഈ ദുരന്തം അവസാനത്തേതല്ല, അവസാനത്തെ ആകണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ അതല്ല എന്നാലോചിക്കണം. ഇനിയും ദുരന്തങ്ങളുണ്ടാകുമ്പോൾ കണ്ണീരൊപ്പേണ്ടേ കണ്ണ് തുടച്ചു കൊടുക്കണം. വീട് നഷ്ടപ്പെട്ടവർക്ക് നമ്മൾ വീട് വെച്ച് കൊടുക്കണം. വസ്ത്രങ്ങൾ വസ്ത്രം കൊടുക്കണം. സാധാരണ ജീവിതത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുവരണം. പക്ഷേ വീട് വെച്ച് കൊടുക്കാൻ ഏക്കർ കണക്കിന് ഭൂമി വാഗ്ദാനം ചെയ്തവരുണ്ടായിരുന്നു. അത് മതസംഘടനകളോ ജാതി സംഘടനകളോ രാഷ്ട്രീയ സംഘടനകളോ വ്യവസായ സംഘടനകളോ വ്യവസായ സമൂഹം ആരുമായിക്കൊള്ളട്ടെ, ഈ വീട് നഷ്ടപ്പെട്ട എല്ലാവരെയും യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ വീടുകളുണ്ടാക്കി അവരുടെ മാനസികത പരിശോധിച്ചുകൊണ്ട് ഉള്ളവരെ നല്ല രീതിയിൽ ജീവിപ്പിക്കാനുള്ള സംവിധാനം വാക്കുകളിലല്ല പ്രവൃത്തി കൊണ്ട് ഉണ്ടാകണമേ. നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ.